അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഞാൻ പറഞ്ഞെന്താ, എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം എനിക്കിത് പ്രേമത്തിൽ പോണ്ട. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. നീ ആദ്യം കമ്മിറ്റഡാന്ന് പറഞ്ഞു. അത് ശരിയാ, അത് ശരിയാ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ശ്രീതു അവിടെ നിൽക്കുമ്പോ എന്താ പറഞ്ഞു? ചുമ്മാ ഒരാള് വന്നിട്ട് പോയി എന്നല്ല ഞാൻ അങ്ങനെയാ പറഞ്ഞു. നീ ഏതെങ്കിലും ഒന്ന് പറ. ഇരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. ഞാൻ എന്താ പറഞ്ഞേ, ഒരാ പെണ്ണ് കാണാൻ വന്നിട്ട് പോയി തിരിച്ചു ചെല്ലുമ്പോ എന്താന്ന് വെച്ചാ പറയാന്ന് പറഞ്ഞു. ആണോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ശ്രീധുവിനോട് ഞാൻ അകത്ത് പറഞ്ഞു എന്നെ കണ്ടിട്ടേ ഉള്ളൂ. എനിക്കതേ പറയാൻ പറ്റും മാൻ. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? അതുപോലെ മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് എന്റെ ഇമോഷന്റെ പുറത്ത് എന്നെ അത്രയും പൊട്ടിച്ചിട്ടാണ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് ഞാൻ അലറിയത്. നന്നായി, എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തേണ്. അതിനുശേഷം ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് എന്താണ്, എനിക്ക് വേണ്ടി പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മറക്കരുത്. എന്താണ് വിദേശവും, എന്താണ് കയ്യപ്പെടുത്തോ ഹഗ് ചെയ്യുന്നത്, നെറ്റിയിലൊരു ഉമ്മ തരുന്നത് മനസ്സിലാവാൻ പറ്റൂലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. മോനും നേരെ നിന്നല്ലോ. നിന്നച്ചാ സ്നേഹം എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവൂലേ? എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലേ റസ്മിനെ? എടി ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തത് വരുമ്പോഴാണ് റസ്മിനെ ഞാൻ ആലോചിക്കാത്ത കാര്യങ്ങളാണ് ഈ വരുന്നത്. പറയണ്ട, ഞാനത് ഇവിടെ എന്തോ തപ്പന്നെ. എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ചു പോടാ, എണീച്ചു. അഭിനയം